എല്ലാവർക്കും ലെക്ചേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പ്ലസ് ടുവിലെ സെക്കൻഡ് ബുക്കിലെ ഹാലോ ആൽക്കേൻ ആൻഡ് ഹാലോ അരീൻസ് എന്ന ചാപ്റ്ററിലെ ഇൻട്രൊഡക്ഷനാണ് ചെയ്തത്. അതിനകത്ത് നമ്മൾ ഹാലോ ആൽക്കേൻ എന്താ, ഹാലോ അരീൻ എന്താണ്, ഹാലോ ആൽക്കേൻ്റെ അകത്തുള്ള കാർബൺ ആറ്റത്തിൻ്റെ ഹാലോജൻ ആറ്റം അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബൺ ആറ്റത്തിൻ്റെ ഹൈബ്രിഡൈസേഷനും ഹാലോ അരീൻ്റെ അകത്തുള്ള ഹാലോജൻ ആറ്റം അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബൺ ആറ്റത്തിൻ്റെ ഹൈബ്രിഡൈസേഷൻ നമ്മൾ പറഞ്ഞു. ഞാനത് എടുത്തു പറയാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇനി ക്ലാസിഫിക്കേഷൻ വരുന്ന സമയത്ത് ഹൈബ്രിഡൈസേഷൻ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഫസ്റ്റത്തെ വീഡിയോ കാണാത്തവർ ഫസ്റ്റ് വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. മറ്റ് ക്ലാസിഫിക്കേഷൻ്റെ സമയത്ത് സംശയങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹാലോ ആൽക്കേൻ ആൻഡ് ഹാലോ അരീൻ. നമ്മൾ ഹാലോ ആൽക്കേൻ ഹാലോ അരീൻ എന്താണെന്ന് പറഞ്ഞു. ഇനി അവരെ കുറച്ച് ക്ലാസ്സസിലായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പോകണം. നമ്മൾ ഇതുവരെ ഞാൻ പ്ലസ് ടുവിൽ ഒന്നും എക്സാമിനൊന്നും ചോദിച്ച് കണ്ടിട്ടില്ല. CBSEക്ക് ആയാലും സ്റ്റേറ്റിനായാലും അത്ര കണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് അല്ല. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ എന്ന ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ഹാലോജൻ ആറ്റം. അതായത് ഫസ്റ്റത്തെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ഹാലോജൻ ആറ്റം. ഹാലോജൻ ആറ്റത്തിനെ എക്സ് വെച്ചിട്ടാണ് ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് എക്സ് ആറ്റംസ്, അതായത് എത്ര ഹാലോജൻ ആറ്റം ഉണ്ട് അതിൻ്റെ നമ്പറിനനുസരിച്ച് ക്ലാസിഫൈ ചെയ്യാൻ പോവാം. അപ്പോൾ നമുക്ക് ഒരു ഹാലോജൻ ആറ്റം ഉള്ളതുണ്ടാവും, 2 ഹാലോജൻ ആറ്റം ഉള്ളതുണ്ട്, 3 എണ്ണം ഉള്ളതുണ്ട്, 4 കൂടുതലും 3 കൂടുതൽ ഉള്ളതുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഹാലോജൻ ആറ്റം വരുന്ന ഞാൻ ഇപ്പോൾ തൽക്കാലം ഹാലോ ആൽക്കേൻ മാത്രമാണ് പറയുന്നത്. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഹാലോ അരീനും പറയാം. ബെൻസീലിങ്ങിൻ്റെ അകത്ത് ഒരു ഇത് വരുന്നതും 2 എണ്ണം വരുന്നതും 3 എണ്ണം വരുന്നതും. ഞാൻ തൽക്കാലം ഹാലോ ആൽക്കേൻ വെച്ചിട്ട് തന്നെ പറയാം. CH3Cl. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ നമ്മൾ ഒരു ഹാലോജൻ ആറ്റം, അതായത് CH3X ആണിത്. ഞാൻ എക്സിന് പകരം Cl കൊടുത്തുന്നുള്ളൂ. ദിസ് ഇസ് മോണോ ഹാലോ ആൽക്കീൻ, അതായത് ഒരു ഹാലോ ആൽക്കീനാണ്, ഒരു ഹാലോജൻ ആറ്റമാണ് നമുക്ക് ആൽക്കൈൻ ഗ്രൂപ്പിനകത്തേക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഒരു എക്സ് ആറ്റമാണുള്ളത്. ഈ മോണോ എന്ന് ഉദ്ദേശിക്കുന്നത് 1 എന്നുള്ള വാക്കിനെയാണ്. ഇനി നമുക്ക് 2 എണ്ണം വരുന്നതുണ്ട്. അപ്പോൾ നമുക്ക് CH2Cl ഇത് നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ C2H4Cl2, അതായത് ഈത്തൈൻ്റെ അകത്ത് 2 ഹൈഡ്രജൻ ആറ്റത്തിനെ ഞാൻ 2 ക്ലോറിൻ ആറ്റം വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതാണ് സംഭവം. അതായത് C3H6 എന്ന ഫോർമുലേനകത്ത് C2H6 എന്ന ഫോർമുലേനകത്ത് ഞാൻ C2H4 ആക്കി 2Hന് പകരം ഞാൻ 2 ക്ലോറിൻ ആറ്റം വെച്ചു. ഇത് നമുക്ക് അറിയാം, ഈ ക്ലോറിൻ ആറ്റത്തിന് പകരം ഇനി ഹാലോജൻ ആറ്റം ആവും, അതായത് CH2X. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ 2 ഹാലോജൻ ആറ്റം ആണ് ഉള്ളത്. അപ്പോൾ ഇതിന് നമ്മൾ ഒന്ന് വരുമ്പോൾ നമ്മൾ മോണോ ഹാലോ ആൽക്കീൻ എന്ന് പറഞ്ഞു. ഇത് ഡൈ എന്ന് പറഞ്ഞാൽ 2 എണ്ണം എന്ന് ഉദ്ദേശിക്കുന്നേ ഉള്ളൂ, ഹാലോ ആൽക്കീൻ. ഇനി നമുക്ക് 3 എണ്ണം ഉള്ളത്, 3 കൂടുതലും വരുന്നതിന് നമുക്ക് പോളി ഹാലോ ആൽക്കീൻ എന്ന് പറയാം. അതായത് 3 കൂടുതൽ നമുക്ക് പറയുന്നത് തെറ്റില്ല. എന്നാലും 3 എണ്ണം വരുമ്പോൾ നമുക്ക് ട്രൈ എന്ന് പറയാം. അതായത് കാണിച്ചു തരാം. Cl. ഇവിടെ നമുക്ക് 3 ഹാലോജൻ ആറ്റമാണ് ഉള്ളത്. അതായത് ഇത് ജനറലായിട്ട് ഇങ്ങനെ കാണിക്കാം. നമുക്ക് CH2X, CHX, CH2X. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ C3H8 ആണ് വരുന്നത്. Hനകത്ത് നിന്ന് ഞാൻ 3 ഹൈഡ്രജൻ ആറ്റം ഒഴിവാക്കിയപ്പം C3H5X3. ഇതാണ് നമ്മുടെ ജനറൽ ഫോർമുല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ, ഇതാണ് നമ്മുടെ ഫോർമുല. ഞാൻ ജസ്റ്റ് അതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് എഴുതിയെന്നുള്ളൂ. കാരണം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, ഒന്ന് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി സെപ്പറേറ്റ് ആക്കി എഴുതിയെന്നുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് കാണാം 1, 2, 3 ഹാലോജൻ ആറ്റം. അപ്പോൾ ഇതിനെ നമുക്ക് ട്രൈ ഹാലോ ആൽക്കേൻ എന്ന് പറയാം. ഓക്കെ, ട്രൈ ഹാലോ ആൽക്കേൻ. ഈ കൂടുതലായിട്ട് വരുന്നത് നമുക്ക് ഇതിനെ തന്നെ പോളി ഹാലോ ആൽക്കേൻ എന്ന് പറഞ്ഞാലും തെറ്റില്ല. കാരണം പോളി എന്ന് പറഞ്ഞാൽ
3 കൂടുതൽ വരുന്നതിന് നമുക്ക് പോളി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത് എക്സാമിനൊന്നും ചോദിച്ച് കണ്ടിട്ടില്ല, എന്നാലും ഞാൻ പറഞ്ഞതാണ്. ഇനി നമുക്ക് ഇനി ഇവിടെ മോണോ ആൽക്കെയിൻ ഹാലോ ആൽക്കെയിനാണ് നമുക്ക് ആവശ്യം. നമ്മൾ ഈ മോണോ ഹാലോ ആൽക്കെയിൻ്റെ കൂടുതൽ ക്ലാസിഫിക്കേഷനാണ് ഇനി പറയാൻ പോകുന്നത്. നമുക്കിനി മോണോ ഹാലോ ആൽക്കെയിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അത് നമുക്കറിയാം, മോണോ ഹാലോ ആൽക്കെയിൻ്റെ അകത്ത് ഒരു ഹാലോജനാറ്റമാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു ഹാലോജനാറ്റം എന്ത് ഹൈബ്രിഡൈസ്ഡ് കാർബണിലേക്കാണോ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ടാണ് ഈ 2 ക്ലാസിഫിക്കേഷൻ. അതായത് sp3 ഹൈബ്രിഡൈസ്ഡ് ആയ ഒരു കാർബൺ ആറ്റത്തിലേക്കാണ് നമ്മൾ ഹാലോജൻ ആറ്റം അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അതാണ് ഒരു ടൈപ്പ്. രണ്ടാമത്തെ ടൈപ്പിൽ sp2 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള കാർബൺ ആറ്റത്തിലേക്കാണ് നമ്മളെ ഹാലോജൻ ആറ്റം അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു ഹാലോ ആൽക്കെയിൻ്റെ അകത്ത് sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റത്തിലേക്കാണ് ഹാലോജൻ ആറ്റം അറ്റാച്ച് ചെയ്തിട്ടുള്ളതെന്നും ഹാലോ അരീൻ്റെ അകത്ത് sp2 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള കാർബൺ ആറ്റത്തിലേക്കാണ് ഹാലോജൻ ആറ്റം അറ്റാച്ച് ചെയ്തിട്ടുള്ളതെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഇതിനെ നമുക്ക് കുറച്ച് ക്ലാസ്സസ് ആയിട്ട് 3 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാം. നമുക്ക് ഒന്ന് ഹാലോ ആൽക്കെയിൻ തന്നെ ഉണ്ട്. ഹാലോ ആൽക്കെയിൻ, അല്ലെങ്കിൽ ഇതിന് വേറൊരു പേരുണ്ട് ആൽക്കൈൽ ഹാലൈഡ്. രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ, 2 സാധനം ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മളിനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഞാൻ ചിലപ്പം ഹാലോ ആൽക്കെയിൻ യൂസ് ചെയ്യാം, ആൽക്കൈൽ ഹാലൈഡ് എന്ന് യൂസ് ചെയ്യാം. ചിലപ്പം അധികം ആൽക്കൈൽ ഹാലൈഡ് തന്നെ യൂസ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് എനിക്ക് കൂടുതൽ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്, നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട. ഹാലോ ആൽക്കെയിനും ആൽക്കൈൽ ഹാലൈഡും ഒന്ന് തന്നെയാണ്. ഇനി നമുക്ക് അലൈലിക് ഹാലൈഡ് ഉണ്ട്. പേരൊന്നും കേട്ട് നട്ടണ്ട, ഒരു കാര്യമില്ല. അലൈലിക് ഹാലൈഡ്സ്. പിന്നെ നമുക്കുള്ളത് ബെൻസൈലിക് ഹാലൈഡ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം എന്തൊക്കെയാണെന്ന്, ജസ്റ്റ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതെന്നുള്ളൂ. പിന്നെ നമുക്ക് ഇത് 2 എണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് വിനൈൽ ഹാലൈഡ്സ് and the other one is aryl halide. ഓക്കെ, നമുക്കിങ്ങനെ മോണോ ഹാലോ ആൽക്കെയിനെ നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. അതിൻ്റെ അകത്തുള്ള ഒരു ഹാലോജൻ ആറ്റമാണ് ഹാലോ ആൽക്കെയിൻ്റെ അകത്തുള്ളത്. ആ ഹാലോജൻ ആറ്റം ഏത് ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റത്തിലേക്കാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് എന്ന ബേസിസിലാണ് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഫസ്റ്റത്തേൽ sp3 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള കാർബൺ ആറ്റത്തിലേക്കാണ് നമ്മുടെ ഹാലോജൻ ആറ്റം അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഈ കാർബൺ ആറ്റം sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. അതേപോലെ രണ്ടാമത്തെ കാറ്റഗറി sp2 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള കാർബൺ ആറ്റത്തിലേക്കായിരിക്കും നമ്മൾ ഈ ഒരു ഹാലോജൻ ആറ്റം അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. നമുക്ക് അറിയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കാർബൺ ആറ്റം sp2 ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കും. പിന്നെ നമ്മൾ ഈ sp3 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള കാർബൺ ആറ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്ത ഹാലോജൻ ആറ്റത്തിന്, അതായത് ആ ഗ്രൂപ്പിനെ നമ്മൾ വീണ്ടും കുറച്ച് സബ് കാറ്റഗറീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. അതാണ് ഒന്നാണ് ഹാലോ ആൽക്കെയിൻ ഓർ ആൽക്കൈൽ ഹാലൈഡ്, രണ്ടാമത്തത് അലൈലിക് ഹാലൈഡ്സ്, മൂന്നാമത്തത് ബെൻസൈലിക് ഹാലൈഡ്സ്. പിന്നെ നമ്മൾ sp2 കാർബണിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഹാലോജൻ ആറ്റത്തിൻ്റെ ഗ്രൂപ്പിന് നമ്മൾ വീണ്ടും സബ് ഗ്രൂപ്പ്സ് ആയിട്ട് തിരിക്കുന്നു. നമ്മൾ വിനൈൽ ഹാലൈഡ്സും അറൈൽ ഹാലൈഡ്സും പറയുന്നു. ഹാലോ ആൽക്കെയിൻ നമുക്കറിയാം. ഇപ്പം CH3 നമ്മൾ സ്റ്റാർട്ടിങ് ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഫുള്ള് പറഞ്ഞത് ഹാലോ ആൽക്കെയിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ആൽക്കൈൽ ഹാലൈഡ് രണ്ടും ഒരു സാധനത്തിന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, CH3X, C2H5X ഒക്കെ ഹാലോ ആൽക്കെയിനാണ്. നമുക്ക് ഈ ആൽക്കൈൽ ഗ്രൂപ്പ്സിനെ, അതായത് ഈ CH3, C2H5 അങ്ങനെയുള്ള ഗ്രൂപ്പ്സിനെ നമുക്ക് R എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഹാലോ ആൽക്കെയിൻ്റെ ജനറൽ റെപ്രസെൻറ്റേഷൻ ആയിട്ട് RX എന്ന് എഴുതാം. ഇവിടെ R എന്ന് പറഞ്ഞാൽ നമ്മളെ മീത്തൈൽ ഗ്രൂപ്പ്, CH3, ഈത്തൈൽ ഗ്രൂപ്പ്, അങ്ങനെ ഒരുപാട് ഗ്രൂപ്പ് ഉണ്ട്. C2H5, അതായത് മീത്തേൻ എന്ന് പറയുന്നത് CH4 ആണ്. അതിനകത്തൊരു ഹൈഡ്രജൻ ആറ്റം കളഞ്ഞിട്ടുള്ള സാധനമാണ് ഈ മീത്തൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. C2H6 ആണ് ഈത്തേന്.
ഈത്തൈൻ്റെ അകത്തുനിന്ന് ഒരു ഹൈഡ്രജൻ ആറ്റം കളഞ്ഞിട്ടുള്ളതാണ് ഈത്തൈൽ ഗ്രൂപ്പ്. അപ്പോൾ നമ്മൾ അവരെ ജനറലായിട്ട് ആർ എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പം ഹാലോ ആൽക്കെയിൻ്റെ ജനറൽ റെപ്രസെൻറ്റേഷൻ RX എന്നാണ്. ഇനി നമുക്ക് അലൈലിക് ഹാലൈഡ് ഉണ്ട്. അലൈലിക് ഹാലൈഡ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചിട്ട് ഒരു വലിയ കാര്യമൊന്നുമില്ല. അത് നമ്മളെ കുറച്ച് ഡീപ്പായിട്ട് നോക്കുമ്പോൾ മാത്രമേ ആവശ്യമുള്ളൂ. ഇവിടെ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് അതിനെക്കൊണ്ട് അത്ര ആവശ്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ അലൈലിക് ഹാലൈഡ് എന്ന് പറഞ്ഞാൽ ഒരു കാർബൺ ഡബിൾ ബോണ്ട് കാർബൺ ഉണ്ടാവും. ഈ ഡബിൾ ബോണ്ടഡ് കാർബണിലേക്ക് ഒരു സിംഗിൾ ബോണ്ടായിട്ട് ഒരു കാർബൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ആ കാർബൺ ആറ്റത്തിലേക്ക് ഒരു ഹാലജൻ ആറ്റം അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ അലൈലിക് ഹാലൈഡിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മളെ ഹാലജൻ ആറ്റം. ഇവിടെ ഹാലജൻ ആറ്റം ഒരു sp3 ഹൈബ്രിഡൈസ്ഡ് കാർബണിലേക്ക് തന്നെയാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ മറ്റ് വാലൻസീസ് ഉണ്ട് കേട്ടോ. പക്ഷേ ഈ കാർബൺ ആറ്റം ഒരു ഡബിൾ ബോണ്ട്, അതായത് വേറൊരു കാർബൺ ആറ്റമായിട്ട് ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്നു. അതായത് നമ്മളെ ഹാലോജൻ ആറ്റം അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബൺ ആറ്റം ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്നില്ല. പക്ഷേ ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്ത ഒരു കാർബൺ ആറ്റത്തിലേക്കാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അതാണ് ഈ കാർബൺ ആറ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്തുകൊണ്ടാണ് ഇതിനെ നമ്മൾ അലൈലിക് ഹാലൈഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമ്മൾ കെമിസ്ട്രിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആവശ്യം വരും. അല്ലെങ്കിൽ +2 ലെവലിൽ നമ്മൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ആവശ്യം. അതായത് കാർബൺ ഡബിൾ ബോണ്ട് കാർബണിൻ്റെ ഉള്ള ഒരു ഇതിനകത്തേക്ക് വേറൊരു കാർബൺ ആറ്റം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ കാർബൺ ആറ്റത്തിലേക്ക് ഒരു ഹാലജൻ ആറ്റം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ ഒരു കാർബൺ ആറ്റം ഉണ്ട്, ഇവിടെ ഒരു ഹാലജൻ ആറ്റം ഉണ്ട്. ഓക്കെ, ഇത് അത്ര മനസ്സിലാവുന്നില്ലെങ്കിൽ വിട്ട് കളയാം. നമുക്ക് അത്ര അങ്ങോട്ട് ബുദ്ധിമുട്ടി പഠിക്കേണ്ട ഒരു ടോപ്പിക്കൊന്നല്ല. ജസ്റ്റ് ക്ലാസിഫിക്കേഷനാണ്. ഞാൻ പറഞ്ഞു, ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല, ഞാൻ പറയുന്നേ ഉള്ളൂ, ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി ബെൻസൈലിക് ഹാലൈഡ്. ബെൻസൈലിക് ഹാലൈഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾ ഈ ബെൻസീൻ വരച്ചിട്ട് അതിൻ്റെ മേലെ ഹാലജൻ ആറ്റം ഒരിക്കലും കൊടുക്കരുത്. അതല്ല സാധനം. ഒരു ബെൻസീൻ റിങ്ങിലേക്ക് ഒരു ആൽക്കൈൽ ഗ്രൂപ്പ്, ഒരു കാർബൺ ആറ്റം ഉണ്ടാവും. ആ കാർബൺ ആറ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഹാലജൻ ആറ്റം, അങ്ങനെയുള്ള കോമ്പൗണ്ട്സിനാണ്, ഈ ടൈപ്പ് ഓഫ് കോമ്പൗണ്ട്സിനാണ് നമ്മൾ ബെൻസൈലിക് ഹാലൈഡ് എന്ന് പറയുന്നത്. അതായത് ഒരു ബെൻസീൻ റിംഗ് ഉണ്ട്. ആ ബെൻസീൻ റിങ്ങിൻ്റെ അകത്തേക്ക് ഒരു കാർബൺ ആറ്റം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ കാർബൺ ആറ്റത്തിലേക്ക് ഒരു ഹാലജൻ ആറ്റം, ഇവിടെ ക്ലോറിനാണ് ഞാൻ ഹാലജൻ ആറ്റമായിട്ട് എടുത്തത്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, ഈ റിങ്ങിൻ്റെ അകത്തുള്ള എല്ലാ കാർബൺ ആറ്റും sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ വളരെ ഒരുപാട് സമയം എടുത്ത് പറഞ്ഞ കാര്യമാണ്. കാരണം അത്രയും സമയം എടുക്കേണ്ട ആവശ്യമില്ല ശരിക്കും ആ ഇൻട്രൊഡക്ഷൻ പറയാൻ വേണ്ടിയിട്ട്. എന്നാലും നമ്മൾ ഒരുപാട് സമയം എടുത്ത് ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഈ കാർബൺ ആറ്റം ഒക്കെ sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. എന്നാൽ ഈ കാർബൺ ആറ്റം sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. കാരണം ഇവിടെ സിംഗിൾ ബോണ്ട് മാത്രമേ വരുന്നുള്ളൂ. ഞാൻ പറഞ്ഞു കാർബൺ ഡബിൾ ബോണ്ട് വന്നാൽ ആ കാർബൺ ആറ്റം എല്ലാം sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. അതായത് ഈ കേസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ കാർബൺ ആറ്റം sp2 ഹൈബ്രിഡൈസ്ഡും ഈ കാർബൺ ആറ്റം sp2 ഹൈബ്രിഡൈസ്ഡും, പക്ഷേ ഈ കാർബൺ ആറ്റം കാർബൺ ഡബിൾ ബോണ്ട് വരാത്തതുകൊണ്ട് sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. നമ്മളിപ്പോൾ പറയുന്ന sp3 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള കാർബൺ ആറ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഹാലോജൻ ആറ്റത്തിനെ വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ സബ് കാറ്റഗറീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒന്ന് ഹാലോ ആൽക്കെയിൻ ഓർ ആൽക്കൈൽ ഹാലൈഡ് ഉണ്ട്, രണ്ടാമത്തത് അലൈലിക് ഹാലൈഡ്സ് ഉണ്ട്, മൂന്നാമത്തത് ബെൻസൈലിക് ഹാലൈഡ് ഉണ്ട്. ഇനി നമുക്ക് sp2 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള കാർബൺ ആറ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് ഹാലോ കോമ്പൗണ്ട്സിന് നമുക്ക് പരിചയപ്പെടാം. ഒന്ന് നമുക്ക് വിനൈലിക് ഹാലൈഡ് ഉണ്ട്. വിനൈലിക് ഹാലൈഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾക്ക് ഡബിൾ ബോണ്ട് C അതിനകത്തേക്ക് ഒരു ഹാലജൻ ആറ്റം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ബാലൻസ് ഇവിടെ ഫുള്ളാക്കുന്നു, CH2. ഓക്കെ, ഇവിടെ നമ്മളെ ഹാലജൻ ആറ്റം ഈ രണ്ട് ഇവിടെ കാർബൺ ഡബിൾ ബോണ്ട് വരുന്ന കാരണത്താൽ ഈ രണ്ട് കാർബൺ ആറ്റം sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. sp2 ഹൈബ്രിഡൈസ്ഡ് ആണ് ഈ രണ്ട് കാർബൺ ആറ്റം. ഓക്കെ, sp2 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള ഒരു കാർബൺ ആറ്റത്തിലേക്കാണ് നമ്മളെ ഹാലജൻ ആറ്റം അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതിൽ നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ CH2 CH ഡബിൾ ബോണ്ട് CH Cl, ഇതാണ് വിനൈൽ ക്ലോറൈഡ്. നമ്മളെ PVC എന്നൊക്കെ കേട്ടിട്ടില്ലേ? PVCൻ്റെ ഫുൾ ഫോം പോളി വിനൈൽ ക്ലോറൈഡ് ആണ്. അതിൻ്റെ മോണോമറാണ്, അതൊരു പോളിമറാണ്, അതിൻ്റെ മോണോമറാണ് വിനൈൽ ക്ലോറൈഡ്. അപ്പം ഇത് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. നമ്മൾ എന്തെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാമിന് എന്തെങ്കിലുമൊക്കെ പോകുമ്പോൾ ചിലപ്പം ആവശ്യം വന്നേക്കാം. പിന്നെ നമുക്ക്
എറൈൽ ഹാലൈഡ് ഉണ്ട്. എറൈൽ ഹാലൈഡാണ് നമ്മളെ ഹാലോ അരീൻ, അതായത് ബെൻസീൻ റിങ്ങിൻ്റെ അകത്തേക്ക് ഡയറക്റ്റായിട്ട് നമ്മളെ ഹാലോജൻ ആറ്റം അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബെൻസീൻ റിങ്ങിൻ്റെ അകത്തേക്ക് ഒരു CH3 ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ ഒരു ഹാലോജൻ ആറ്റം, ഒരു CL ഉണ്ട് ഇവിടെ. ഇതിനൊരു ടിപ്പിക്കൽ എക്സാമ്പിളാണ്. അപ്പം ഇത് sp2 ഹൈബ്രിഡൈസ് ആയിട്ടുള്ള കാർബൺ ആറ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് 2 ഗ്രൂപ്പാണുള്ളത്, വിനൈൽ ഹാലൈഡും അറൈൽ ഹാലൈഡും. വിനൈൽ ഹാലൈഡിൽ നേരെ ഡബിൾ ബോണ്ട് കാർബൺ ഡബിൾ ബോണ്ട് വരുന്ന കാർബൺ ആറ്റത്തിലേക്കാണ് ഹാലോജൻ ആറ്റം അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. 2 കാർബൺ, ഈ ഹാലോജൻ ആറ്റം അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബൺ ആറ്റം sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഇവിടെ അറൈൽ ഹാലൈഡിനകത്ത് ബെൻസീൻ റിങ്ങിനകത്തേക്ക്, അതായത് ഇതിനെ നമുക്ക് ന്യൂക്ലിയർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് എന്നൊക്കെ പറയാം, നിങ്ങൾ ഇതിനകത്തേക്ക് പോകണ്ട, ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. അതായത് നേരിട്ട് ബെൻസീൻ റിങ്ങിനകത്തേക്ക്, ഇവിടെ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ നേരിട്ട് ബെൻസീൻ റിങ്ങിനകത്തേക്കാണ്, നമ്മൾ പറഞ്ഞു ബെൻസീൻ്റെ കാർബണൊക്കെ sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. പക്ഷേ ഇവിടെ ബെൻസീൻ റിങ്ങിനകത്തേക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു കാർബൺ ആറ്റത്തിലേക്കാണ് നമ്മൾ ഹാലോജൻ ആറ്റം അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അതായത് ഈ കാർബൺ ആറ്റം ഇവിടെ sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഇതിപ്പോൾ നേരെ ഈ ക്ലോറിൻ ആറ്റം ഈ ബെൻസീൻ റിങ്ങിലേക്കാണെങ്കിൽ അത് എറൈൽ ഹാലൈഡ് ആയി, കാരണം sp2 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള കാർബൺ ആറ്റത്തിലേക്കാണ് നമ്മളെ ക്ലോറിൻ ആറ്റം ആ സമയത്ത് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ sp3 ആയിട്ടുള്ള ഒരു കാർബൺ ആറ്റത്തിലേക്കാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് അത്ര കണ്ടങ്ങ് ബുദ്ധിമുട്ടി പഠിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി ഈ ടോപ്പിക്ക്. ഞാനിതിൽ ഒരു ചെറിയൊരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട്. നമ്മൾ ഈ ഹലോ ആൽക്കെയിൻ്റെ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ ജനറൽ ഫോർമുല RX ആണെന്ന്. ഈ R ഗ്രൂപ്പ് നമുക്ക് പല രീതിക്ക് വരാം. അതായത് ഈ R ഗ്രൂപ്പ് CH3X ആവാം, ഒരു CH3 ഗ്രൂപ്പും കൂടി ഇവിടെ വരാം, ഒരു CH3 ഗ്രൂപ്പും കൂടി വന്ന് X ആവാം, അല്ലെങ്കിൽ ഈ ഹൈഡ്രജൻ ആറ്റത്തിന് പകരം 3 CH3 ഗ്രൂപ്പോ C2H5 ഗ്രൂപ്പോ അങ്ങനെ എന്ത് ഗ്രൂപ്പെങ്കിലും ആവാം. ഇവിടെ ഈ കാർബൺ ആറ്റം മറ്റ് വേറെ കാർബൺ ആറ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടില്ല. അതിപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ കാർബൺ ആറ്റം വേറെ ഒരു കാർബൺ ആറ്റത്തിലേക്ക് മാത്രമേ അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ. ഈ ടൈപ്പ് ആൽക്കൈൽ ഗ്രൂപ്പിന് അല്ലെങ്കിൽ R ഗ്രൂപ്പിന് നമ്മൾ പ്രൈമറി എന്ന് വിളിക്കും. ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക. 1ഉം അതിൻ്റെ മേലെ നമ്മളെ ഡിഗ്രീൻ്റെ ഒരു വട്ടം ഇട്ട് കൊടുക്കും. ഇതിനെ നമ്മൾ പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് എന്നാണ് പറയുക. ഇനി ഇവിടെ ഉള്ള ഈ കാർബൺ ആറ്റം, അതായത് നമ്മൾ ഹാലോജൻ ആറ്റം അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബൺ ആറ്റം വേറെ 2 R ഗ്രൂപ്പായിട്ട്, അതായത് ഇതൊരു R ഗ്രൂപ്പാണ്, ഇതും ഒരു R ഗ്രൂപ്പാണ്. ഇവിടെ ഈ ഒരൊറ്റ R ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മൾ സെക്കൻഡറി എന്ന് പറയും. സെക്കൻഡറി 2 ഇട്ടിട്ട് അതിൻ്റെ മേലെ ഒരു ആ ഡിഗ്രീൻ്റെ ഇട്ടിട്ടാണ് നമ്മൾ കാണിക്കുക. സെക്കൻഡറി എന്നുണ്ട്, സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡ് ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ 3 R ഗ്രൂപ്പ്, അതായത് ഈ കാർബൺ ആറ്റത്തിലേക്ക് 1, 2, 3 R ഗ്രൂപ്പ്. ഇവിടെ എല്ലാ R ഗ്രൂപ്പും സെയിം ആണ്. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ കാണിച്ചതാണ്. എല്ലാ R ഗ്രൂപ്പും സെയിം ആണെന്നില്ല. നമുക്ക് മീത്തൈൽ ഗ്രൂപ്പിന് വരാം, ഈത്തൈൽ ഗ്രൂപ്പ് വരാം, ബ്യൂട്ടൈൽ ഗ്രൂപ്പ് വരാം, പ്രൊപ്പൈൽ ഗ്രൂപ്പ് വരാം, ഏത് വേണമെങ്കിൽ വരാം. ഇതിന് നമ്മൾ ടെറിഷറി ആണ് 3 എന്നതിൻ്റെ മേലെ നമ്മൾ ഈ ഡിഗ്രീൻ്റെ സൈൻ ഇട്ടിട്ടാണ് ടെറിഷറി റെപ്രസെൻ്റ് ചെയ്യുക. ടെറിഷറി ആൽക്കൈൽ ഹാലൈഡ്. ടെറിഷറി ആൽക്കൈൽ ഹാലൈഡ്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഞാൻ ജസ്റ്റ് മുന്നേ പറഞ്ഞപ്പോൾ പറയാൻ വിട്ടുപോയതാണ്. നമുക്കിതും കൂടി നമുക്ക് പ്രൈമറി എന്താണ്, സെക്കൻഡറി എന്താണ്, ടെറിഷറി എന്താണ് നമുക്ക് അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ പ്രിപ്പറേഷൻ വരുന്ന സമയത്ത് പ്രൈമറി ആൽക്കൈൽ ഹാലൈഡിൻ്റെ പ്രിപ്പറേഷൻ ഉണ്ട്, സെക്കൻഡറിയും ടെറിഷറിയും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തുനിന്ന് ഒരുപാട് കോമ്പൗണ്ട്സ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ വരുന്ന സമയത്ത് സെക്കൻഡറിക്ക് ഒരു ടൈപ്പ് റിയാക്ഷൻ, അല്ല പ്രൈമറിക്കും ടെറിഷറിക്കും സെക്കൻഡറിക്കും ഒക്കെ പല പല വ്യത്യാസങ്ങളുണ്ട്, അതായത് അവരെ റിയാക്ഷൻ്റെ അകത്ത്. അപ്പോൾ നമുക്കത് അവിടെ എത്തുമ്പോൾ പറയാം. ഞാൻ ജസ്റ്റ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ. ഇനി ആവശ്യമുണ്ട് പ്രൈമറി, സെക്കൻഡറി എന്താ, ടെറിഷറി എന്താ. പ്രൈമറി ആണെങ്കിൽ ഒരു R ഗ്രൂപ്പ് മാത്രമേ ഉണ്ടാവും. സെക്കൻഡറി ആകുമ്പോൾ 2 ഇട്ടിട്ടാണ് നമ്മൾ കാണിക്കുക. അപ്പോൾ അത് ആലോചിച്ചാൽ മതി. 2 R ഗ്രൂപ്പ്. ടെറിഷറി ആകുമ്പോൾ 3 ഇട്ടിട്ടാണെങ്കിൽ 3 R ഗ്രൂപ്പ് ഉണ്ടാവും. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി.
നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നേച്ചർ ഓഫ് കാർബൺ ഹാലജൻ ബോണ്ടാണ്. അതായത് നമുക്കറിയാം കാർബൺ ഹാലജൻ ബോണ്ട് ഒരു കോവാലന്റ് ബോണ്ടാണ്. അതായത് ഇലക്ട്രോൺ പെയർ ഷെയർ ചെയ്തിട്ടുള്ള ഒരു കോവാലന്റ് ബോണ്ടാണ്. നമുക്കറിയാം കോവാലന്റ് ബോണ്ട് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഇലക്ട്രോൺ പെയർ ഷെയർ ചെയ്തിട്ടാണ്. അതായത് കാർബൺ ആറ്റം ഒരു ഇലക്ട്രോൺ പെയർ ക്ലോറിൻ ആറ്റമായിട്ടും ഹാലജൻ ആറ്റത്തിൻ്റെ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് നേച്ചർ ഓഫ് കാർബൺ ഹാലജൻ ബോണ്ടാണ്. നമുക്കറിയാം കാർബൺ ഹാലജൻ ബോണ്ട് കോവാലന്റ് ബോണ്ടാണ്. കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഇലക്ട്രോൺ പെയർ ഷെയർ ചെയ്തിട്ടാണ്. ഓക്കെ, ഇത് കാർബൺ ആറ്റത്തിൻ്റെ ഇലക്ട്രോണും ഇത് ക്ലോറിൻ ആറ്റത്തിൻ്റെ ഇലക്ട്രോണുമാണ്. രണ്ടാളും കൂടി പരസ്പരം ഷെയർ ചെയ്തിട്ടാണ് ഈ ബോണ്ട് ഉണ്ടാക്കുന്നത്. അപ്പം ഇതിനകത്ത് നമുക്കറിയാം ഹാലജൻ ആറ്റം ഇസ് മോർ ഇലക്ട്രോനെഗറ്റീവ് ദാൻ കാർബൺ ആറ്റം. മോർ ഇലക്ട്രോനെഗറ്റീവ് ദാൻ കാർബൺ ആറ്റം. അതായത് നമ്മളെ ഇലക്ട്രോനെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക, ഒരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുന്നൊരു ടേമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അതായത് ഇവിടെ ഈ ഷെയർ ചെയ്ത രണ്ട് ഇലക്ട്രോൺ ഇല്ലേ, അതായത് ഒരു ഇലക്ട്രോൺ പെയർ. അപ്പോൾ ഈ ഇലക്ട്രോനെഗറ്റീവായ ഹാലോജൻ ആറ്റത്തിന് അതിനെ കൂടുതലായിട്ട് തൻ്റെ അടുത്തേക്ക് വലിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ഇലക്ട്രോനെഗറ്റിവിറ്റി അല്ലെങ്കിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയാം. അപ്പം ഹാലോജൻ ആറ്റം കാർബൺ ആറ്റത്തിനേക്കാളും ഇലക്ട്രോനെഗറ്റീവ് ആണ്. അതായത് കാർബൺ ആറ്റം ഈ ഇലക്ട്രോൺ പെയറിനെ തൻ്റെ അടുത്തേക്ക് എത്ര വലിക്കാൻ ശ്രമിക്കുമോ അതിനേക്കാളും വളരെയധികം ശക്തിയോട് കൂടിയിട്ട് നമ്മളെ ഈ ഹാലജൻ ആറ്റം ഈ ഇലക്ട്രോൺ പെയറിനെ തൻ്റെ അടുത്തേക്ക് വലിക്കാൻ ശ്രമിക്കും. നമുക്കൊരു ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നിങ്ങളും നിങ്ങളൊരു ഫ്രണ്ടും കൂടി ഒരു ബൈക്ക് വാങ്ങുന്നു, രണ്ടാളും കൂടി പേരിൽ വാങ്ങുന്നു. ഓക്കെ, അപ്പോൾ ആ ബൈക്കാണ് ഈ ബോണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ ആ ബൈക്ക് നിങ്ങളെ ഫ്രണ്ട് അധികം സമയം, അതായത് അധികവും ആ ബൈക്ക് നിങ്ങളെ ഫ്രണ്ടിൻ്റെ അടുത്താണ് ഉണ്ടാവുകയെന്ന് വിചാരിക്കാം. ഓക്കെ, അതാണ് ഇവിടെ ക്ലോറിൻ ചെയ്യുന്നത്. ആ ഫ്രണ്ട് ചെയ്യുന്ന പോലെയാണ് ക്ലോറിൻ ചെയ്യുന്നത്. അതായത് ക്ലോറിന് രണ്ടാളതും കൂടി ആണെങ്കിലും ഈ ഹാലജൻ ആറ്റം അത് തൻ്റെ അടുത്തേക്ക് ആണ് കൂടുതലായിട്ട് വലിക്കാൻ നോക്കുക. അതായത് നിങ്ങളെ ഫ്രണ്ട് നിങ്ങളെ അടുത്തുനിന്ന് വണ്ടി നിങ്ങൾക്ക് അധികം വിട്ടു തരാതെ നിങ്ങളുടെ അടുത്തേക്ക് വലിച്ച് എടുക്കുന്ന പോലെ ഇവിടെ ഈ ഹാലജൻ ആറ്റം വലിച്ചെടുക്കുകയാണ്. ഓക്കെ, അത് തൻ്റെ അടുത്തേക്ക് ഈ പെയറിനെ കൂടുതലായിട്ട് അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് വരുമ്പോൾ അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ കെമിസ്ട്രിയിൽ ചെറുപ്പം മുതൽ പഠിക്കുന്നതാണ്. അതായത് ഒരു കാർബൺ ഒരു ആറ്റത്തിന് പോസിറ്റീവ് ചാർജ് വരിക വെൻ ഇറ്റ് ലൂസസ് ഇലക്ട്രോൺ. അതായത് ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോഴാണ് ഒരു പോസിറ്റീവ് ചാർജ് വരിക. ഒരു ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുമ്പോൾ, അതായത് ഇലക്ട്രോൺ ലഭിക്കുമ്പോഴാണ് നെഗറ്റീവ് ചാർജ് വരിക എന്ന് നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുന്നതാണ്. നമ്മൾ NaCl ഒക്കെ എക്സാമ്പിൾ വെച്ചിട്ട് Na+ ആവുന്നതും Cl- ആവുന്നതും ഒക്കെ നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുന്നതാണ്. അപ്പം ഇവിടെ നമുക്ക് മുഴുവനായിട്ട് പോകുന്നില്ല. അതായത് നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ടും കൂടി ഒരു ബൈക്ക് വാങ്ങി, എന്നാൽ അത് അധികം നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ അടുത്താണ്. നിങ്ങളുടെ ഫ്രണ്ട് അത് നിങ്ങളുടെ അടുത്തുനിന്ന് എപ്പോഴും വലിച്ചെടുത്ത് കൊണ്ടുപോയിട്ട് എപ്പോഴും അവൻ്റെ അടുത്ത് തന്നെയാണ് വെക്കുന്നത്. ഓക്കെ, പക്ഷേ അത് നിങ്ങളെ അടുത്തുനിന്ന് മുഴുവനായിട്ട് പോയിട്ടില്ല. കാരണം നിങ്ങളെ പേരിലും കൂടി വാങ്ങിയൊരു സാധനമായതുകൊണ്ട് നിങ്ങളുടെ അടുത്തുനിന്ന് മുഴുവൻ പോയിട്ടില്ല. അതേപോലെയാണ് ഇവിടെ ഈ കാർബൺ ഹാലോജൻ ബോണ്ടിനകത്ത് കാർബൺ ആറ്റത്തിന് മുഴുവനായിട്ട് തൻ്റെ ഇലക്ട്രോൺ നഷ്ടമായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു പോസിറ്റീവ് സൈന് ഇടാൻ പറ്റില്ല, എന്നാലും ഭാഗികമായിട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഹാലജൻ ആറ്റത്തിന് മുഴുവനായിട്ട് ഇലക്ട്രോൺ പെയർ ലഭിച്ചിട്ടില്ല, എന്നാലും ഭാഗികമായിട്ട് അതിനെ തൻ്റെ അടുത്തേക്ക് വലിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ഒരു നെഗറ്റീവ് ചാർജും ഫുള്ളായിട്ട് ഒരു നെഗറ്റീവ് ചാർജ് കൊടുക്കാനും നമുക്ക് പറ്റില്ല. ഇവിടെ ഫുള്ളായിട്ട് നെഗറ്റീവ് ചാർജ് കൊടുക്കണമെങ്കിൽ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഈ രണ്ട് ഇലക്ട്രോൺ പെയറുമായിട്ട് ഈ ഹാലജൻ ആറ്റം പോകണം. അപ്പോൾ അങ്ങനെ സംഭവിക്കാത്ത സ്ഥിതിക്ക് നമ്മൾ ഈ ബോണ്ടിലെ കാർബൺ ആറ്റത്തിന് ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ്, അതായത് മുഴുവനായിട്ടൊരു പോസിറ്റീവ് ചാർജ് ഇല്ല, ഭാഗികമായിട്ടൊരു പോസിറ്റീവ് ചാർജും ഈ ഹാലജൻ ആറ്റത്തിന് ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജും ഭാഗികമായിട്ടൊരു നെഗറ്റീവ് ചാർജും. കാരണം കാർബൺ ആറ്റത്തിൻ്റെ ഇലക്ട്രോൺ കൂടിയാണ് ഇവിടെയുള്ള ഒരു ഇലക്ട്രോൺ, അതിനെയും കൂടി ഈ ഹാലജൻ ആറ്റം തൻ്റെ അടുത്തേക്ക് വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ ഹാലജൻ ആറ്റത്തിന് ഭാഗികമായിട്ട് കാർബൺ ആറ്റത്തിൻ്റെ ഇലക്ട്രോൺ ലഭിക്കുന്നതുകൊണ്ട് ഒരു പാർഷ്യൽ ഡെൽറ്റ-, ഇത് ഡെൽറ്റ എന്നാണ് പറയാം. ഇത് ഒന്നുമില്ല, പാർഷ്യലാന്ന് കാണിക്കുക. അതായത് മുഴുവനായിട്ട്
നെഗറ്റീവ് ചാർജ് കിട്ടുന്നില്ല, എന്നാലും ഭാഗികമായിട്ട് ലഭിക്കുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇങ്ങനെയുള്ള ഈ ബോണ്ടിന് നമ്മൾ പറയാം പോളറൈസ്ഡ് എന്നാണ്. അതായത് ചാർജ് സെപ്പറേഷൻ വരുന്നുണ്ട്. അതായത് ഇവിടെ ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജും ഇവിടെ ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജും വരുന്നതുകൊണ്ട് തന്നെ ഇത് നമ്മൾ പോളറൈസ്ഡ് എന്ന് പറയും. ഇത് ജസ്റ്റ് മനസ്സിൽ വെക്കുക ഈ വാക്ക്. ഈ ചാർജ് സെപ്പറേഷൻ വരുന്നതുകൊണ്ടാണ് നമ്മളിതിനെ പോളറൈസ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, പോളറൈസ്ഡ് എന്ന് പറയാൻ കാരണം ഈ ചാർജ് സെപ്പറേഷൻ വരുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മളെപ്പോഴും നേച്ചർ ഓഫ് കാർബൺ ഹാലജൻ ബോണ്ട് ചോദിച്ചാൽ നമ്മളപ്പോൾ എഴുതണം ഹാലജൻ ആറ്റം കാർബൺ ആറ്റത്തിനേക്കാളും ഇലക്ട്രോ നെഗറ്റീവ് ആയതുകൊണ്ട് ഹാലജൻ ആറ്റം ഷെയർഡ് ഇലക്ട്രോൺ പെയറിനെ തൻ്റെ അടുത്തേക്ക് പുൾ ചെയ്യുന്നു. അപ്പം കാർബൺ ആറ്റത്തിന് ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജും ഹാലജൻ ആറ്റത്തിന് ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജും ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ബോണ്ട് ഇസ് പോളറൈസ്ഡ്. ഓക്കെ, ഇത് നമ്മൾ ഈ നേച്ചർ ഓഫ് ഹാലജൻ കാർബൺ ബോണ്ട് ചോദിച്ചാൽ എന്തായാലും എഴുതേണ്ട ഒരു വാക്കാണ്. അപ്പം നമുക്ക് അറിയാം ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതൽ ഫ്ലൂറിൻ ആണ്, പിന്നെ ക്ലോറിൻ, പിന്നെ ബ്രോമിൻ, പിന്നെ അയോഡിൻ. ഓക്കെ, അപ്പം ഈ കാർബൺ ഫ്ലൂറിൻ ബോണ്ടാവുമ്പം ഈ ഫ്ലൂറിൻ ഏറ്റവും ഇലക്ട്രോ നെഗറ്റീവ് ആയതുകൊണ്ടും ഫ്ലൂറിന് വളരെ അധികമായിട്ട് ആ ഇലക്ട്രോൺ പെയറിനെ തൻ്റെ അടുത്തേക്ക് വലിക്കുന്നുണ്ട് കാർബൺ ഫ്ലൂറിൻ ബോണ്ട് വളരെ ചെറുതായിരിക്കും. ഓക്കെ, ഇത് ഓർഡർ ഓഫ് ഇലക്ട്രോ നെഗറ്റിവിറ്റീൻ്റെ ഓർഡറാണ്. അതായത് ഫ്ലൂറിൻ ആറ്റത്തിന് ഏറ്റവും ഇലക്ട്രോ നെഗറ്റീവ് ആണ്, ഏറ്റവും കുറവ് അയോഡിൻ ആറ്റം. അപ്പം ഇവിടെ തെറ്റിപ്പോയി. കാർബൺ ഫ്ലൂറിൻ ബോണ്ട് ഏറ്റവും ചെറുത്, കാരണം കാർബൺ ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ള ഇലക്ട്രോൺ പെയറിനെ ഫ്ലൂറിൻ തൻ്റെ അടുത്തേക്ക് വലിച്ച് ഈ ബോണ്ട് ലെങ്ത് വളരെ കുറവായിരിക്കും. പിന്നെ വരുന്നത് കാർബൺ ക്ലോറിൻ ബോണ്ടാണ്. കുറച്ചും കൂടി ഫ്ലൂറിനെ വെച്ച് നോക്കുമ്പം കുറച്ച് ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവുണ്ട്, എന്നാലും ആളത്ര മോശമൊന്നല്ല, അടുത്തേക്ക് വലിച്ചെടുക്കാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. പക്ഷേ ബ്രോമിൻ അയോഡിൻ ഒക്കെ വരുന്ന സമയത്ത് സൈസ് കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയുകയും അതിനനുസരിച്ച് ബോണ്ട് ലെങ്ത് കൂടുകയും ചെയ്യുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ബോണ്ട് ലെങ്ത് കാർബൺ അയോഡിൻ ബോണ്ടിനാണ്. കാരണം എന്താ വെച്ചാൽ അയോഡിൻ അത്ര കണ്ടങ്ങ് ഇലക്ട്രോ നെഗറ്റീവ് അല്ല, കാരണം അങ്ങോട്ട് വലിച്ചെടുക്കാനുള്ള ഒരു കഴിവ് കുറവായതുകൊണ്ട് കുറച്ച് വിട്ടിട്ട് തന്നെ അവർ നിൽക്കുക. അപ്പം ബോണ്ട് ലെങ്ത് അത്ര കണ്ട് കൂടും. ഓക്കെ, ദിസ് ഈസ് ഓർഡർ ഓഫ് ബോണ്ട് ലെങ്ത്. ഓക്കെ, ഇനി